പ്രോഗ്രാം മാനേജറാണ്. ഞാൻ അവരുടെ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയാണോ ഈ ആർട്ടിസ്റ്റ് ലൈഫ് പോലെ, അതോ കുറച്ച് സമാധാനമുള്ള ജോലിയാണോ? കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഉള്ള ജോലിയാണ്. ആർട്ടിസ്റ്റ് ലൈഫിൽ അത്ര റെസ്പോൺസിബിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവർക്ക് ടെൻഷൻ ഇല്ല. രാവിലെ പോവുക, സീൻ അറ്റൻഡ് ചെയ്യുക, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് രാവിലെ പോയാലും വൈകിട്ട് വന്നാലും അടുത്ത ദിവസമായാലും രാത്രി ആയാലും എനിക്ക് അപ്പം നെക്സ്റ്റ് ഡേയിലെ കുറിച്ചുള്ള ചിന്ത കാണും. ഇവർക്ക് ആ ചിന്ത കാണില്ല. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവർ കുറച്ചുകൂടെ ഹാപ്പിയാന്ന് തോന്നുന്നു. ഇവർക്ക് ആ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വല്ല ഷെഡ്യൂൾ കഴിഞ്ഞു, ശരിയും കഴിഞ്ഞു, സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. പക്ഷേ ആർട്ടിസ്റ്റ് ലൈഫ് അങ്ങനെയാണെങ്കിലും ആലീസ് ഒരു യൂട്യൂബറും കൂടിയാണ്. ഈ എല്ലാ യൂട്യൂബുകാരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. എന്തായാലും ഒരു ബിസിനസ് പാരലൽ ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത്. ഇതെന്താണ് ഇപ്പൊ ആലീസ് നടത്തുന്ന ബിസിനസ്? ഞാനിപ്പോ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലത്തെ ഒരു സംഭവമാണ് എന്റെ മനസ്സുള്ളതല്ല ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ചേച്ചിട്ട് നമുക്കിത് മറ്റേ ഇത് എന്താ ഹൈലൈറ്റിലിടാനുള്ള സാധനം കട്ടിത്തരണേ. ആ വലിയ സത്യം ആലീസ് വെളിപ്പെടുത്തുന്നു. കേട്ടോളൂ. ആദ്യമായിട്ട് മീന ചേച്ചിയുടെ ചാനലാണ് ഞാനിത് പറയുന്നത്. ഇതും വരും ഹൈലൈറ്റില്.